വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ന്യായീകരിച്ച ഒരു വാചകം പറയൂ. പിന്നെ എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എവിടെ ന്യായീകരിച്ചത്? എവിടെ ന്യായീകരിച്ചത്? 26 എന്ന അക്കത്തിലേക്ക് വീണത് നിങ്ങൾ എങ്ങനെ വീണു എന്ന് പാർട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച ഒരു വാചകം, വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച ഒരു വാചകം ഇന്ന് പറഞ്ഞിട്ടുണ്ടോ? കാറിൽ കയറ്റിയത് തെറ്റല്ല എന്ന വാക്ക് തെറ്റല്ല എന്നാണോ പറഞ്ഞത്? ഇന്നെന്താ പറഞ്ഞത്? എന്താണ് സംസ്ഥാന സമിതി ചർച്ച ചെയ്തു എന്നല്ലേ ചോദിച്ചത്? അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം എന്താ? വിഷയം എന്ന് പറയുന്നത് പാർട്ടിയുടെ വിമർശനം. കീഴ്ഘടകങ്ങൾ അങ്ങേക്ക് പുല്ലാണ്. എനിക്ക് പുല്ലെന്നുള്ളതല്ല. സംസ്ഥാന സമിതിയിൽ ഒരു പാർട്ടി ഫോറം ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്താ ചർച്ച നടത്തിയെന്ന് ചോദിക്കുന്നു, അതിനുള്ള മറുപടി പറയുന്നു. അതിലെവിടെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചത്? താങ്കൾ പറയൂ. ഞാൻ പിണറായി വിജയന്റെ വാചകത്തിന് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അങ്ങയുടെ ബുദ്ധിയിൽ അങ്ങ് മനസ്സിലാക്കൂ. എന്റെ സാമാന്യ ബുദ്ധി ഒരു കടമയില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞു. ഉത്തരം പറയാനില്ല ആവർത്തിക്കുന്നു. പിണറായി വിജയനെതിരെയുള്ള പാർട്ടിയുടെ വിമർശനത്തിന് ശക്തി പോരായിരുന്നു എന്നാണ് പാർട്ടിയിൽ ചർച്ച ചെയ്തത്. വിമർശനത്തിന് ശക്തി പോരായിരുന്നു എന്നാണ് ഇന്നും പിണറായി പറഞ്ഞത്. ഇന്ന് പിണറായി പറഞ്ഞത് അതാണ്. അവിടെ പിണറായി വീണ്ടും വെള്ളാപ്പള്ളി ന്യായീകരിക്കൽ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വളച്ചൊടിക്കലാണ്. മിനിമം ഭാഷയിൽ പറഞ്ഞാൽ അത് വളച്ചൊടിക്കൽ. ആയിക്കോട്ടെ, വളച്ചൊടിക്കൽ. അതായത് കാറിൽ കയറ്റിയത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. പാർട്ടിയുടെ വിലയിരുത്തൽ, പാർട്ടി സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലിനെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങൾ നല്ലോണം നന്നായി ഇതേ കാര്യം തന്നെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് രമേശ് ചെന്നിത്തല പറയുമ്പോ അത് കുഴപ്പമില്ല. ഇവിടെ പിണറായി വിജയൻ പറയുമ്പോഴാണ് കുഴപ്പമെന്ന് ഇരട്ടത്താപ്പ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇന്ന് ന്യായീകരിച്ചിട്ടില്ല സ്മൃതി. വെള്ളാപ്പള്ളി ഇന്ന് ന്യായീകരിച്ചിട്ടില്ല പിണറായി വിജയൻ. അതാണ് ഞാൻ പറഞ്ഞത് വളച്ചൊടിക്കരുതെന്ന്.